നിങ്ങൾ സ്ഥിരമായിട്ട് ബ്രെഡ് കഴിക്കാറുണ്ട്. പക്ഷേ വൈറ്റ് ബ്രെഡിനേക്കാളും എത്രയോ നല്ലതാണ് ബ്രൗൺ നിറത്തിലുള്ള ബ്രെഡ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും പ്രമേഹത്തിൻ്റെ കാര്യത്തിലായാലും ബ്രൗൺ നിറമുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ പേടിക്കണ്ട. ശരിക്കും അങ്ങനെ തന്നെയാണോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്കത് കണ്ടുപിടിക്കാം. ഹായ് ഗൈസ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ സാധിക്കും. ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ വെള്ള അരിയും ബ്രൗൺ നിറത്തിലുള്ള അരിയും തമ്മിലുള്ള കമ്പാരിസൺ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കാണണം. അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേയൊക്കെ മനസ്സിലാവും. ആ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയും കാർഡ്സിലും ഉണ്ടാവും. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കാണുക. ഞാൻ സാധാരണ രീതിയിൽ ഒരു തരത്തിലുള്ള ബ്രെഡും പ്രൊമോട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ബ്രെഡ് വാങ്ങിക്കാറുമില്ല. വല്ലപ്പോഴും ഒക്കെ ഒരു ബ്രെഡ് വാങ്ങിച്ച് കഴിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. നിങ്ങൾ എല്ലാ ദിവസവും ബ്രെഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലാണ് കുഴപ്പം വരുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാര്യമായിട്ട് പറയുന്നത് ബ്രൗൺ നിറത്തിലുള്ള ബ്രെഡിനെ കുറിച്ചാണ്. അധികം ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ബ്രൗൺ നിറത്തിലുള്ള ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, ഹെൽത്തിയർ ഓപ്ഷനാണ്. കാരണം അതിന് വിലയും കൂടുതലായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ തന്നെ അവരും ചോദിക്കും, നിങ്ങൾ ഒരു സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ സാധാരണ ബ്രെഡ് മതിയോ അതോ ബ്രൗൺ ബ്രെഡ് വേണമെന്ന് അവർ ചോദിക്കും. അപ്പോൾ ബ്രൗൺ ബ്രെഡേ ഏതൊരാളും പ്രിഫർ ചെയ്യാറുള്ളൂ. നിങ്ങൾ കൊടുക്കുന്ന പൈസ കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നല്ല പ്രൊഡക്റ്റ് കിട്ടും. പക്ഷേ സത്യാവസ്ഥ അതല്ല. ഇനി ആദ്യമായിട്ട് ബ്രെഡ് എന്താണെന്ന് പറയാം. ബ്രെഡിൽ മെയിനായിട്ട് 5 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് മൈദയാണ്, അല്ലെങ്കിൽ നമ്മളതിനെ റിഫൈൻഡ് വീറ്റ് ഫ്ലോർ എന്ന് പറയും. രണ്ടാമത്തത് വെള്ളമാണ്, മൂന്നാമത്തത് ഉപ്പാണ്, നാലാമത്തത് ഈസ്റ്റാണ്, അഞ്ചാമത്തത് കുറച്ച് നല്ല ക്ലീൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഓയിൽ. മോസ്റ്റ്ലി അത് വെജിറ്റബിൾ ഓയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിൽ ബ്രെഡ് ഉണ്ടാക്കുകയാണെങ്കിൽ, വീട്ടിൽ ബ്രെഡ് ബേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 5 കാര്യങ്ങൾ മാത്രം മതി. പക്ഷേ നിങ്ങൾ ബ്രെഡ് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കിട്ടും. അതായത് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ. അതിൽ എക്സ്ട്രാ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും, എക്സ്ട്രാ ഷുഗർ ഉണ്ടാവും, എക്സ്ട്രാ ഓയിൽ ഉണ്ടാവും, എക്സ്ട്രാ മൈദ ഉണ്ടാവും, എക്സ്ട്രാ കളർ ഉണ്ടാവും. ആ ബ്രെഡ് ചീത്തയാവാതിരിക്കാൻ വേണ്ടി അതിൽ ആഡ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സും അസിഡിറ്റി റെഗുലേറ്റേഴ്സും ഇമൽസിഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞ കെമിക്കൽസും ഉണ്ടാവും. ഈ പറയുന്ന എല്ലാ കെമിക്കൽസും നമ്മളുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കളാണ്. നമ്മളുടെ ശരീരത്തിന് അത് നല്ലതല്ല. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി ബ്രെഡ് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കഴിക്കുന്നവർക്ക് എന്തൊക്കെയാണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഭക്ഷണം കഴിച്ചു, അത് എത്ര പെട്ടെന്നാണ് നമ്മളുടെ ശരീരത്തിൽ ദഹനം നടക്കുന്നത്, എത്ര പെട്ടെന്നാണ് ദഹനം നടന്നതിന് ശേഷം അത് എബ്സോർബായി നമ്മളുടെ ബ്ലഡിലേക്ക് വരുന്നത്, ആ സമയം ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് എബ്സോർബായി നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസായി മാറി എന്നാണ് അർത്ഥം. അത്തരത്തിലുള്ള ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഒരു ഭക്ഷണമാണ് ബ്രെഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണം നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിശപ്പ് മാറും, നമുക്ക് പെട്ടെന്ന് എനർജി കിട്ടുന്ന പോലെ തോന്നും. കാരണം നമ്മുടെ ബ്ലഡിലേക്ക് പെട്ടെന്ന് ഗ്ലൂക്കോസ് വരികയാണ്. പക്ഷേ അത് ഭാവിയിൽ നമുക്ക് പ്രമേഹം ഉണ്ടാക്കാനുള്ള ഒരു കാരണമായി മാറാം. ഇത്തരത്തിലുള്ള ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ വെയിറ്റ് കൂട്ടാം. വെയിറ്റ് കൂടുന്നത് ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഓവർ വെയിറ്റ് എന്നാണ് പറയുക. അതിലും കൂടി കഴിഞ്ഞാൽ പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബീസിറ്റി എന്ന് പറയും. ഇത്തരത്തിലുള്ള പേഷ്യൻസിനാണ് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകുന്നത്. ഹൃദയ സംബന്ധമായ രോഗങ്ങളും ക്രോണിക് ഡിസീസസും ഇൻഫ്ലമേഷൻ കൂടി പോകുന്നതും എല്ലാം ഇത്തരത്തിലുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്കാണ്. അതുകൊണ്ട് തന്നെ ബ്രെഡ് കഴിയുന്നതും ഒഴിവാക്കുക. ഇനി നിങ്ങൾക്ക് ബ്രെഡ് കഴിച്ചേ മതിയാവുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ബേക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പോൾ നമ്മൾ പുറമേ നിന്നും വാങ്ങിക്കുന്ന ബ്രെഡ് അൺഹെൽത്തി ആണെന്നുള്ള കാര്യം നമുക്കും അറിയാം. അതേ കാര്യം ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനികളും മനസ്സിലാക്കി. പക്ഷേ അവർക്ക് അത് അൺഹെൽത്തി ആണെന്നും പറഞ്ഞ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ കച്ചവടം മുമ്പോട്ട് പോയില്ല. അന്നപ്പോൾ അവർ പുതിയൊരു സംഭവം കണ്ടുപിടിച്ചു. അവരെല്ലാ കുറ്റവും ഈ വെള്ള നിറത്തിലുള്ള ബ്രെഡിൻ്റെ മുകളിൽ കൊണ്ടിട്ടു. അവർ കുറ്റം കണ്ടുപിടിച്ചത് വെള്ള നിറത്തിനാണ്. ഒരു 20 കൊല്ലം മുമ്പേ നമ്മൾ ബേക്കറിയിൽ നിന്നോ അല്ലെങ്കിൽ കടയിൽ നിന്ന് ബ്രെഡ് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഒറ്റ തരത്തിലുള്ള ബ്രെഡേ കിട്ടുള്ളൂ. അത് വൈറ്റ് ബ്രെഡായിരുന്നു. അതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് മൈദയാണ്. മൈദ എന്ന് പറഞ്ഞാൽ റിഫൈൻഡ് വീറ്റ് ഫ്ലോർ ആണ്. അതായത് ഗോതമ്പ് മെഷീനിലിട്ട് പൊടിച്ച് അതിൻ്റെ ഫ്ലവർ, അതിൻ്റെ ആട്ട, അതിനെയാണ് നമ്മൾ മൈദ എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് എത്രയും കാലം നമ്മൾ ബ്രെഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ വെള്ള നിറത്തിലുള്ള ബ്രെഡ് പ്രശ്നമാണെന്ന് അധികം ആൾക്കാരും മനസ്സിലാക്കി തുടങ്ങിയ സമയത്ത് ബ്രെഡ് കമ്പനികൾ വേറെ ഒരു കാര്യം കൊണ്ടുവന്നത് ബ്രൗൺ നിറമാക്കി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ.
ഈ ഗോതമ്പ് ഇത്തരത്തിൽ റിഫൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫൈബർ പോവും, അതിലുള്ള വൈറ്റമിൻസ് B6, B4, പലതരത്തിലുള്ള മിനറൽസ്, ഫോസ്ഫറസ്, മാംഗനീസ്, മെഗ്നീഷ്യം ഇതെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്കി ഉണ്ടാവുന്നത് ആ മൈദയിൽ വെറും കാർബോഹൈഡ്രേറ്റ്സ് മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്നതും പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതും ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുന്നതും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വെള്ള നിറത്തിലുള്ള ബ്രെഡ് അൺഹെൽത്തി ആണെന്ന് അവരും പറഞ്ഞു. അവരതിന് ചെയ്തത് ആ ബ്രെഡിൻ്റെ കളറൊന്ന് മാറ്റി ബ്രൗൺ ബ്രെഡാക്കി. കാരണം ബ്രൗൺ എന്ന് പറയുന്നത് ഗോതമ്പിൻ്റെ നാച്ചുറൽ നിറത്തിൻ്റെ ഏകദേശം അടുത്ത് നിൽക്കുന്ന നിറമായതുകൊണ്ട് അധികം ആൾക്കാരും ബ്രൗൺ ബ്രെഡ് കണ്ടാൽ വിചാരിക്കും അത് ഒറിജിനൽ ഗോതമ്പ് അങ്ങനെ തന്നെ പൊടിച്ചിട്ട് വന്ന് അതിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ബ്രെഡാണെന്ന് വിചാരിക്കും. ബ്രൗൺ ബ്രെഡ് കൂടാതെ ഹോൾ വീറ്റ് എന്ന് പറഞ്ഞിട്ട് മുഴുവൻ ഗോതമ്പിൻ്റെ ധാന്യം കൊണ്ട് ഉണ്ടാക്കുന്ന ബ്രെഡ് അവൈലബിൾ ആണ്. അതും കൂടാതെ ഇപ്പോൾ മൾട്ടി ഗ്രെയിൻ ബ്രെഡ് എന്നും പറഞ്ഞിട്ട് മാർക്കറ്റിൽ പുതിയ തരത്തിലുള്ള ബ്രെഡും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അടുത്ത ചോദ്യം, ബ്രൗൺ ബ്രെഡ് ഹെൽത്തിയർ ആണോ? സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ സ്കാമാണ്. ബ്രൗൺ ബ്രെഡ് എന്ന് പറഞ്ഞാൽ വെറും 3 കാര്യങ്ങളാണ്. നമ്മളുടെ സാധാരണ വൈറ്റ് ബ്രെഡ്, അതിൻ്റെ കൂടെ മൊളാസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ്. കാര്യമായിട്ട് അത് നല്ല തിക്കായിട്ടുള്ള സ്വീറ്റ്നർ ആയിട്ടാണ് ബേക്കറി ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാറ്. മൊളാസസിൻ്റെ കൂടെ കാരമൽ കളർ. കാരമൽ എന്നുള്ളത് കേക്കൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരും കേക്ക് ഓർഡർ ചെയ്യുന്നവർക്കും കേട്ടിട്ടുള്ള വേർഡായിരിക്കും. കാരമലിന് ഒരു ഓറഞ്ച് ബ്രൗൺ നിറമാണ് ഉണ്ടാവുക. നമ്മളുടെ ഷുഗർ പഞ്ചസാര എടുത്തൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് കാരമൽ ആക്കാം. ചുരുക്കി പറഞ്ഞാൽ വൈറ്റ് ബ്രെഡിൻ്റെ കൂടെ കുറച്ച് കളർ ആഡ് ചെയ്യുന്നതാണ് ബ്രൗൺ ബ്രെഡ് എന്ന് പറഞ്ഞാൽ. ഇനി ഞാൻ പറയുന്ന കാര്യം സത്യമാണോ എന്ന് നോക്കാൻ നിങ്ങളൊരു ബ്രെഡ് വാങ്ങിക്കുക, അതിൻ്റെ പുറകുവശത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കുക. ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് എന്താണോ അതായിരിക്കും അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നിങ്ങൾ ഏത് ബ്രൗൺ ബ്രെഡിൻ്റെ പാക്കറ്റ് എടുത്ത് നോക്കിയാലും അതിൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് റിഫൈൻഡ് വീറ്റ് ഫ്ലവർ ആയിരിക്കും, അതായത് മൈദ. ഇനി ഇതിൻ്റെ കൂടെ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി കാണാം, INS 150A എന്ന് പറയുന്നത്. ഇത് മറ്റൊന്നുമല്ല, ബ്രൗൺ നിറത്തിലുള്ള കാരമൽ കളറിൻ്റെ ഒരു ടെക്നിക്കൽ പേര് മാത്രമാണ്. അതായത് നിങ്ങളെ പറ്റിച്ചുകൊണ്ട് സാധാരണ ബ്രെഡിൽ ബ്രൗൺ നിറം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പൈസ കൂട്ടി വിൽക്കുന്നതാണ് ബ്രൗൺ ബ്രെഡ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഹോൾ വീറ്റ് ബ്രെഡിനെ കുറിച്ച് പറയാം. ഹോൾ വീറ്റ് എന്ന് പറഞ്ഞാൽ, ഹോൾ എന്ന് പറഞ്ഞാൽ മുഴുവനായി, കംപ്ലീറ്റ് ആയിട്ട്, വീറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ്, അതുകൊണ്ടുണ്ടാക്കുന്ന ബ്രെഡ്. ഒരു ഹോൾ വീറ്റ്, അതായത് മുഴുവൻ ഒരു ഗോതമ്പിൻ്റെ ധാന്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 3 ലെയറാണ് ഉണ്ടാവുക. ഉൾഭാഗത്തുണ്ടാവുന്നതാണ് എൻഡോസ്പേം, അതിൻ്റെ പുറത്ത് ബ്രാനും, അതിൻ്റെ പുറത്ത് ജേം ലെയറും. നമ്മൾ റിഫൈൻ ചെയ്യുന്ന സമയത്ത് പുറത്തത്തെ 2 ലെയറും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം ഫൈബറും വൈറ്റമിൻസും ഒക്കെ നഷ്ടപ്പെടും. പക്ഷേ ഹോൾ വീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ 3 ലെയറും അങ്ങനെ തന്നെ ഉണ്ടാവും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഹോൾ വീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ അത് ന്യൂട്രീഷണലി കുറച്ചും കൂടി നല്ലതാണ്, ബെറ്ററാണ്, ഹെൽത്തിയറാണ്. പക്ഷേ ഇവിടെയും ഒരു പറ്റിക്കൽ നടക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ഹോൾ വീറ്റിൻ്റെ ബ്രെഡിൻ്റെ പാക്കറ്റ് എടുത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുക. അതിൽ ആദ്യം എഴുതിയിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് വീണ്ടും റിഫൈൻഡ് വീറ്റ് ഫ്ലവർ ആണ്, അതായത് മൈദ. അതിൻ്റെ താഴെ വെള്ളം കാണാം. അതിൻ്റെയും താഴെ 3ാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ് ഹോൾ വീറ്റ് ഫ്ലവർ ഉണ്ടാകുന്നത്. അതായത് വെറും 20%, 25% വരെ മാത്രമേ ഹോൾ വീറ്റ് അവർ ഈ ഹോൾ വീറ്റ് ബ്രെഡിൽ ഉണ്ടാക്കുന്നുള്ളൂ. അതായത് വെറും കുറഞ്ഞ ശതമാനം മാത്രം ഹോൾ വീറ്റ് ആഡ് ചെയ്തതിന് ശേഷം ബാക്കി 75% പഴയ മൈദ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഹോൾ വീറ്റ് ബ്രെഡും ഉണ്ടാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവർ നിങ്ങളെ വീണ്ടും പറ്റിച്ചു. നിങ്ങൾക്ക് ഹോൾ വീറ്റ് എന്നുള്ള വേർഡ് ആണ് ഇഷ്ടം, നമുക്കെല്ലാവർക്കും ഹോൾ വീറ്റിൻ്റെ സാധനം കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അത് ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനിക്കാരും മനസ്സിലാക്കി. അവർ നിങ്ങൾക്ക് ഹോൾ വീറ്റിൻ്റെ ബ്രെഡിൽ ഹോൾ വീറ്റ് തരും, പക്ഷേ എത്ര ഉണ്ടാവും എന്നുള്ളത് അവർ തീരുമാനിക്കും. സാധാരണ രീതിയിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഹോൾ വീറ്റ് ഉണ്ടാവുള്ളൂ. ബാക്കി മുഴുവൻ മൈദ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഹോൾ വീറ്റ് ബ്രെഡും ഉണ്ടാക്കുന്നത്. അതായത് ബ്രെഡ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അവരുടെ കോസ്റ്റ് കുറയ്ക്കാം, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഹോൾ വീറ്റ് എന്ന് പറഞ്ഞ വേർഡും കിട്ടും, നിങ്ങൾക്ക് ഹോൾ വീറ്റിൻ്റെ ബ്രെഡും കിട്ടും. അതായത് ഒരു വിൻ വിൻ സിറ്റുവേഷനാണ് ബ്രെഡ് കമ്പനികൾക്കും നിങ്ങൾക്കും. ഇനി നിങ്ങൾക്ക് ഹോൾ വീറ്റ് ബ്രെഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% ഹോൾ വീറ്റ് ഫ്ലവർ അടങ്ങിയിട്ടുള്ള ബ്രെഡ് വാങ്ങിക്കുക. പക്ഷേ അങ്ങനത്തെ ബ്രെഡ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനത്തെ ബ്രെഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ലേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാക്സിമം 50% ഹോൾ വീറ്റ് ഫ്ലവർ ഉണ്ടാവുന്നത്, ബാക്കി മൈദ തന്നെയായിരിക്കും. അതിനേക്കാളും നല്ല ഓപ്ഷൻ ഹോൾ വീറ്റ് ഗ്രെയിൻസ് നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ബേക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബ്രെഡ് ഉണ്ടാക്കുക. അതുമല്ലെങ്കിൽ ബ്രെഡ് കഴിക്കാതിരുന്നാൽ പോരെ. ഇനി നിങ്ങൾ 100% ഹോൾ വീറ്റുള്ള ബ്രെഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ
അതിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഹോൾ വീറ്റ് ഉണ്ടാവും, ബാക്കി കെമിക്കൽസൊന്നും നമുക്ക് കളയാൻ സാധിക്കില്ല. ഈ ഇമൽസിഫയേഴ്സും അസിഡിഫയേഴ്സും പ്രിസർവേറ്റീവ്സും ആർട്ടിഫിഷ്യൽ കളറും ഇംപ്രൂവേഴ്സ് എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള കെമിക്കൽസും പുറം രാജ്യങ്ങളിൽ ബാൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മളുടെ ഹെൽത്തിന് നല്ലതല്ല. പക്ഷേ ഇന്ത്യയിൽ ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പോഴും വിപുലമായി യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാവരും വാങ്ങിക്കുന്നുമുണ്ട്, കഴിക്കുന്നുമുണ്ട്. അവസാനമായിട്ട് മൾട്ടിഗ്രെയിൻ ബ്രെഡിനെ കുറിച്ച് പറയാം. മൾട്ടിഗ്രെയിൻ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ധാന്യങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബ്രെഡ്. ഇവിടെയും നിങ്ങൾ ലേബിൾ മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മൈദ തന്നെയായിരിക്കും. 10% താഴെ മാത്രമേ മറ്റ് ധാന്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഇനി മറ്റ് ധാന്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്സ്, മെയ്സ്, റാഗി. ഈ മൾട്ടിഗ്രെയിൻ ബ്രെഡിലും ഹോൾ വീറ്റ് ഉണ്ടാവും, അതും വെറും 10% മാത്രം. അതായത് മൾട്ടിഗ്രെയിൻ ബ്രെഡ് എന്ന് പറയുന്നതും നിങ്ങളുടെ പൈസ വെറുതെ പോവുകയാണ്. അത്തരത്തിലുള്ള ബ്രെഡും വാങ്ങിച്ച് കഴിക്കാത്തത് തന്നെയാണ് നല്ലത്. ഇനി ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം ലേബിളുള്ള ബ്രെഡിൻ്റെ കാര്യമാണ്. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ബേക്കറിയിൽ ചിലപ്പം അവർ തന്നെ നിർമ്മിക്കുന്ന ലോക്കലി മെയ്ഡ് ബ്രെഡ് അവൈലബിൾ ആയിരിക്കും. അതിന് ലേബിളൊന്നും ഉണ്ടാവില്ല. അവർ അവരുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് അനുസരിച്ചിട്ടായിരിക്കും ആ ബ്രെഡിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുക. ബ്രെഡിൻ്റെ കാര്യം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീറ്റ് പൊറോട്ട അല്ലെങ്കിൽ ആട്ട പൊറോട്ടയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണത്തിനെക്കുറിച്ചുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് തരം ഭക്ഷണത്തിനെക്കുറിച്ചാണോ അറിയേണ്ടത് ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾ ഡെയിലി ബിസ്ക്കറ്റ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്കും ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ന്യൂട്ടെല്ല വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയും കൂടി ഒന്ന് കാണുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.